നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് ഡൗൺ സിൻഡ്രോം, ലേണിംഗ് ഡിസബിലിറ്റി എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഒരു കോഴ്സിന് ഞാൻ ചേർന്നു. 20 പേരാണ് ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം പേരുടെ വീട്ടിലും ഇങ്ങനെയുള്ള കുട്ടികൾ ഉള്ളവരായിരുന്നു പങ്കെടുക്കാൻ എത്തിയവർ. തുടക്ക ദിവസം ഒരമ്മ മെന്റലി ചലഞ്ചറായ തൻ്റെ 12 വയസ്സുള്ള മകളോടൊപ്പമാണ് വന്നത്. ആ സ്ത്രീ മകളുടെ കാര്യം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. വലിയ വീട്, പെരുമ, തറവാട്, വമ്പൻ ബിസിനസ്, ഇട്ടുമൂടാനുള്ള പണം, ഇങ്ങനെയെല്ലാമുള്ള എൻ്റെ വീട്ടിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊരു കുഞ്ഞിനെ തന്നു? ഞങ്ങളുടെ അധ്യാപകൻ വിവിധ രാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ പഠന ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഇങ്ങനെയൊരു കുഞ്ഞിനെ ഭൂമിയിൽ ആരുടെ പക്കൽ എത്തിക്കണമെന്ന് ഭൂമിയിലേക്ക് നോക്കി ദൈവം പരതും. ഒരു നല്ല പേരന്റിനെ, റെസ്പോൺസിബിൾ ആയ പേരന്റിന്റെ പക്കൽ ദൈവം ആ കുഞ്ഞിനെ ഏൽപ്പിക്കും. ദൈവം അങ്ങനെ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. എൻ്റെ സഹപാഠിയായ ആ സ്ത്രീ അപ്പോഴും കരയുകയായിരുന്നു. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുറെ കുട്ടികളോടൊപ്പമുള്ള ഹാപ്പി ജേണിയാണ് സിതാരെ സമീർപർ. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടങ്ങൾ വരുത്തിവെച്ചൊരു ബാസ്കറ്റ്ബോൾ കോച്ച് അമീർ ഖാൻ അവതരിപ്പിക്കുന്ന ഗുൽഷനെ കോടതി ശിക്ഷിക്കുന്നു. ശിക്ഷയുടെ ഭാഗമായി ഒരു കമ്മ്യൂണിറ്റി സർവീസ്, മെന്റലി ചലഞ്ചറായ കുറെ കുട്ടികളെ പരിശീലിപ്പിച്ച് ഒരു ബാസ്കറ്റ്ബോൾ ടീമിനെ രൂപപ്പെടുത്തണം. RS പ്രസന്ന സംവിധാനം ചെയ്ത മൂന്നാമത്തെ ചിത്രമായ സിതാരെ സമീർപർ ഒരർത്ഥത്തിൽ ഒരു സ്പോർട്സ് കോമഡി ഡ്രാമ ചിത്രമാണ്. 2018 പുറത്തിറങ്ങി ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസിന്റെ റിയൽ റീമേക്ക് ആണ് ചിത്രം. ഡേവിഡ് മാർക്കസിന്റേതാണ് ഒറിജിനൽ കഥ. ദിവിനിധി ശർമ്മയാണ് സിതാരെ സമീർപറിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. റാം സമ്പത്തിന്റെ മ്യൂസിക് നമ്മെ ഹാപ്പി മൂഡിലേക്ക് കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്. ജി ശ്രീനിവാസ് റെഡ്ഡിയുടെ ക്യാമറ വർക്ക് കുറച്ചൊന്നുമല്ല ഡയറക്ടറെ സഹായിച്ചിരിക്കുന്നത്. 2007 അമീർ ഖാൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം താരെ സമീർപറിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്ന് വേണമെങ്കിൽ സിതാരെ സമീർപറിനെ വിശേഷിപ്പിക്കാം. അമീർ ഖാനോടൊപ്പം ജനീലിയ ഡിസൂസിയാണ് ഈ ചിത്രത്തിലെ നായിക. അമീർ ഖാനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനൊപ്പം മലയാളിയായ ഗോപി കൃഷ്ണൻ ഈ ചിത്രത്തിലുണ്ട്. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളായ ഗുഡുവും ബന്ധുവും ഹർഗോവിന്ദും ശർമാജിയും രാജുവും സുനിൽ ഗുപ്തയും കരീം ഖുറേഷിയും ലോട്ടസും പെൺകുട്ടിയായ ഗോലു ഖാനും ഒപ്പം ഒരു ഹാപ്പി റൈഡ് നടത്തുകയാണ് നമ്മൾ പ്രേക്ഷകർ. കുട്ടികൾ നമ്മളെ ഒത്തിരി ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, നമ്മുടെ കണ്ണുകൾ നനയും. ഗോപിയുടെ ഗുഡുവിനെ മറക്കാനാവില്ല. കുട്ടികളെല്ലാം 100% മികവോടെ അഭിനയിച്ചിരിക്കുന്നു. ഒരു ധാർമ്മിക പ്രതിസന്ധി അവശേഷിപ്പിക്കുന്നുണ്ട് ഈ ചിത്രം. അമീർ ഖാൻ പങ്കാളിയാവുന്നതും സംവിധാനം ചെയ്തതുമായ ചിത്രങ്ങൾ ആഴത്തിലുള്ള ഗവേഷണവും കാരുണ്യവും സാമൂഹ്യ പ്രതിബദ്ധതയും നിറഞ്ഞവയാണ്. സത്യമേവ ജയതേ എന്ന പരിപാടിയിലൂടെ ടെലിവിഷനെ ഒരു സോഷ്യൽ അനാലിസിസിനും അന്വേഷണത്തിനുമുള്ള ടൂളാക്കി അമീർ ഖാൻ മാറ്റിയത് ഓർക്കേണ്ടതുണ്ട്. ആഴമുള്ള ഉള്ളടക്കത്തിലേക്കാണ് ഡയറക്ടർ പ്രസന്നയും അമീർ ഖാനും സിതാരെ സമീർപറിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച കുറെ ചിത്രങ്ങളെ തിരഞ്ഞെടുത്താൽ സിതാരെ സമീർപർ അതിൽ ഉൾപ്പെടും. മികച്ച പ്രൊഡക്ഷൻ, കൃത്യമായ ഒരു കഥ, കഥാപാത്രങ്ങളെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വിന്യസിച്ച് റിയലിസ്റ്റിക് ആക്കിയിരിക്കുന്നു. സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് തിരക്കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ അമീർ ഖാന് ആഘോഷമാക്കാവുന്ന തട്ടുപൊളിപ്പൻ സിനിമാ ജീവിതത്തെ മാറ്റിവെച്ചിട്ടാണ് ഇത്തരം ചിത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. മെന്റലി ചലഞ്ചഡായ, ലേണിംഗ് ഡിസബിലിറ്റിയോ ഡൗൺ സിൻഡ്രോമോ ഒക്കെയുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടായാലുള്ള ദുരിതങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിലും ഒരമ്മയാണ് ദുരിതമേറെ പേറുന്നത്. ഒരു പെൺകുട്ടിയാണ് ആ സ്പെഷ്യൽ കുട്ടിയെങ്കിലോ അമ്മയുടെ കാലശേഷം ഉത്തരമില്ലാത്ത ദുരിതപർവങ്ങൾ. മുൻ തലമുറയിൽപ്പെട്ടവരോ മാതാപിതാക്കളോ ചെയ്ത പാപം കൊണ്ടാണ് ഇങ്ങനെ മക്കൾ ഉണ്ടാകുന്നതെന്ന് പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ പുരോഹിതരെ എപ്പോഴും കാണാം. പല മതങ്ങളിലും പല ഉന്നതരും ഇങ്ങനെ പറയുന്ന പാപത്തിന്റെ സന്തതികളാണോ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ? ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കുട്ടികളെയും കൊണ്ട് അമീർ ഖാൻ ഒരു പബ്ലിക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. കുട്ടികൾ ചില ഇഷ്യൂസ് ആ ബസ്സിൽ ഉണ്ടാക്കുന്നുമുണ്ട്. യാത്രക്കാരിയായ ഒരു സ്ത്രീ
ബസ്സിലിരുന്ന് കയർത്ത് പറയുന്നുണ്ട് ഒരു വാചകം: ഈ ബസ് നോർമൽ യാത്രക്കാർക്കുള്ളതാണ്. നോർമൽ അല്ലാത്തവർക്ക് പബ്ലിക് വാഹനത്തിൽ അവകാശമില്ലേ? നമ്മുടെ ഈ ലോകവും നോർമൽ ആയവർക്ക് വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ തന്നെ ആരാണ് നോർമൽ? നോർമൽ എന്ന് സ്വയം കരുതുന്നവർ നോർമലാണോ? ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ചില സിനിമകളെ കൂടി ഈ സമയത്ത് ഓർക്കുന്നത് നന്നാവും. മമ്മൂട്ടി അഭിനയിച്ച തമിഴ് ചിത്രം പേരൻപ് അത്തരത്തിലൊരു ചിത്രമാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ ശ്രീ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് നിവിൻ പോളി അഭിനയിച്ച ഹേയ് ജൂഡ് എന്ന ചിത്രവും ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. തമാശ സൃഷ്ടിക്കാനായി ഇത്തരം കഥാപാത്രങ്ങളെ സിനിമയിൽ തിരികുന്നവരും ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ചിത്രത്തിന്റെ അവസാനം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ടീം ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഒരു ഫൈനലിൽ ബോംബെയിൽ ഏറ്റുമുട്ടുകയാണ്. ശ്വാസം അടക്കിപ്പിടിച്ച് പ്രേക്ഷകർ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അവസാന ഭാഗത്ത് ആ മഹാത്ഭുതം സംഭവിക്കുകയാണ്. അത്തരം ഒരു മഹത്തായ എൻഡിങ് നമ്മുടെ വീടുകളിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ, നാട്ടിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ രാജ്യത്ത്, നമുക്കാകെയുള്ള ഈ ലോകത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഭൂമി എന്ത് സുന്ദരമായി മാറിയേനെ. RS പ്രസന്ന, അമീർ ഖാൻ സല്യൂട്ട്. ഗുഡു, ബന്ധു, ഹർഗോവിന്ദ്, ശർമാജി, രാജു, സുനിൽ ഗുപ്ത, കരീം ഖുറേഷി, ലോട്ടസ്, കോലുഖാൻ, ബിഗ് സല്യൂട്ട്.